മൂടൽമഞ്ഞ് പോലെയുള്ള ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ബന്ധങ്ങളിൽ വരാം. എന്താണ് ചെയ്യേണ്ടത്? നിരപ്പുണ്ടാകണം. അതിന് ഓപ്പൺ ടോക്കാവും, ഹൃദയങ്ങൾ തുറക്കണം. അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്നോട് ക്ഷമിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്രേ ഉള്ളൂ, ഒന്ന് കെട്ടിപ്പിടിച്ച് കയറും. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും വീണ്ടും ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു മോർണിംഗ് ഗ്ലോറി കാണുന്ന ഓരോ വ്യക്തികളും ഈ ഒരു ഫാമിലിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ശരീരത്തിൽ ഒരു അവയവം പോലെ, ഈ ഒരു ഫുൾ ഫങ്ഷണൽ യൂണിറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ യൂണിറ്റായിട്ട് കർത്താവ് നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു റോളുണ്ട്. അമേൻ. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ കണ്ടുപോകുന്നൊരു വ്യക്തി മാത്രമല്ല, യു ആർ വെരി മച്ച് പാർട്ട് ഓഫ് ദ ഫാമിലി. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ലൈവ് ചാറ്റിൽ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ ചില റെസ്പോൺസസ് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമാണ്, ഒരുമിച്ച് മുൻപിലേക്ക് പോകുന്നു എന്നുള്ള ഒരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. സോ അതിനു വേണ്ടി നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കമിങ് എവറിബഡി ടു മോർണിംഗ് ഗ്ലോറി എപ്പിസോഡ്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കിന്ന് ആദ്യമായി തന്നെ ഒരു ഇലൈറ്റ് സ്പോൺസറാണ് അങ്കമാലിയിൽ നിന്ന് അക്ഷയ് ആൻഡ് മീനു. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ്. നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഭാര്യയ്ക്ക് ജോലി പ്രൊമോഷൻ ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങേക്ക് സകല മഹത്വവും നൽകുന്നു. ഇനിയും വലിയ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിൽ ജോലിയുടെ മേഖലയിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി കർത്താവെ, ഓസ്ട്രേലിയയിൽ പോകാനുള്ള വിസ പ്രോസസ്സ് പൂർത്തിയായി കർത്താവെ അങ്ങോട്ട് പോകുവാനുള്ള സകല വഴികളും തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബത്തിൻ്റെ മേൽ വലിയ ഫേവർ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമുക്കിന്നൊരു കോ സ്പോൺസർ ഉള്ളത് ബാംഗ്ലൂരിൽ നിന്ന് ഹിൽഡ ജിൻസ് ആണ്. നമ്മൾ ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം പോകുന്നത്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഭർത്താവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഈ സകല കുടുംബാംഗങ്ങളെയും കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളിപ്പോൾ ഉയർത്തുന്നു. കർത്താവെ, ദൈവിക സമാധാനം എസ്പെഷ്യലി ഹിൽഡ സിസ്റ്ററിന് കൊടുക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം കൊടുത്ത് കർത്താവെ, അങ്ങയുടെ വലിയ ഒരു സംരക്ഷണം ഇവരുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് ഈ വരുന്ന ആഴ്ചകളിൽ ചില പ്രത്യേക മീറ്റിംഗ്സ് നടക്കുന്നു. അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഈ സൺഡേ ജൂലൈ 19 നമുക്ക് കോട്ടയത്ത് സെലിബ്രേഷൻ സൺഡേ നടക്കുന്നു. അതിൽ പാസ്റ്റർ ഷമ ഡാമിൻ വന്ന് ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തന്നെ ദുബായിലും ദോഹയിലും ആയിരിക്കുന്ന വ്യക്തികൾക്ക് അടുത്ത ആഴ്ച ചില മീറ്റിംഗ്സിൽ പാസ്റ്റർ ഡാമിൻ വന്ന് ശുശ്രൂഷിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഇതിന് ശേഷം ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 15 ബുധനാഴ്ച. ഇന്നത്തെ ഫോക്കസ് വേർഡ് നോക്കിയേ, യൂണിറ്റി ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഐക്യത. എല്ലാവരും പറയാം, വാ കൊണ്ട് പറയാം. ഇപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ലൈവായി കാണുന്നവർ, പല രാജ്യങ്ങളിലിരുന്ന് പല സമയങ്ങളിൽ പല ദിവസങ്ങളിൽ കാണുന്നവർ, ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, യൂണിറ്റി ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഐക്യത. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എസ് ക്യാപിറ്റലാണ്. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ഐക്യത. ഇത് പറയുമ്പോൾ തന്നെ സഭകളിൽ, കൂട്ടങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ ബ്ലെസ്സിങ് ഗ്രൂപ്പുകളിൽ, നമ്മുടെ സോണുകളിൽ, നമ്മുടെ റീജിയനുകളിൽ, നമ്മുടെ ഏരിയകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഐക്യത ഉണ്ടാകട്ടെ. ആത്മാവിൻ്റെ ഐക്യത ഉണ്ടാകട്ടെ. ടൈപ്പ് ചെയ്തിടുക. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് എഫെസ്യ ലേഖനം 4:3. മേക്ക് എവറി എഫേർട്ട് ടു കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ത്രൂ ദ ബോണ്ട് ഓഫ് പീസ്. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പിൻ. വചനത്തെ കയറി പിടിച്ചോ. ഡെക്ലറേഷൻ, ഐ വാക്ക് ഇൻ യൂണിറ്റി ആൻഡ് പീസ്. ഞാൻ ഇന്ന്
ഞാൻ ഐക്യതയിലും സമാധാനത്തിലും നടക്കുന്നു. ദ സ്പിരിറ്റ് ജോയിൻസ് അവർ ഹാർട്ട്സ് ഫോർ കിങ്ഡം പവർ ആൻഡ് പർപ്പസ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ചേർന്ന് ദൈവരാജ്യത്തിൻ്റെ ശക്തിക്കും ഉദ്ദേശ്യത്തിനുമായി പ്രവർത്തിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇന്നത്തെ പേജ് നോക്കി കണ്ടുപിടിച്ച് വായിച്ച് തീർത്ത് ടിക്ക് ചെയ്യുക. ഈ ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണമായും ബൈബിൾ വായിച്ച് തീരാൻ അത് മുഖാന്തരം ഇടയാകും. യൂണിറ്റി ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഐക്യതയെക്കുറിച്ച് 4 കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതിലൊന്ന് എഴുതുക. യൂണിറ്റി ഈസ് എ ട്രഷർ ദാറ്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ഒരു നിധി പോലെ, ഒരു നിക്ഷേപം പോലെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് ഐക്യത. ഒരു ട്രഷർ, നിധി കിട്ടി. ആ നിധി എങ്ങനെ കാക്കും? ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഒരു നിധി പോലെ കാക്കേണ്ട ഒന്നാണ്. നിധി കാക്കുക എന്ന് പറയുന്ന പോലെ, നിധി കാക്കുന്നത് പോലെ കാക്കേണ്ട ഒന്നാണ് ഐക്യത. ഇവിടെ പൗലോസ് ക്രിയേറ്റ് ദ യൂണിറ്റി ഓഫ് സ്പിരിറ്റ് എന്നല്ല പറയുന്നത്. ആത്മാവിൻ്റെ ഐക്യത ഉളവാക്കുക, സൃഷ്ടിച്ചെടുക്കുക എന്നല്ല പറയുന്നത്. കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഐക്യത കാത്തു സൂക്ഷിക്കുക എന്നാണ്, സൂക്ഷിച്ചു വയ്ക്കുക എന്നാണ്. അതിൻ്റെ അർത്ഥം ദ ഹോളി സ്പിരിറ്റ് ഓൾറെഡി ക്രിയേറ്റ്സ് യൂണിറ്റി എമംഗ് ബിലീവേഴ്സ് ത്രൂ അവർ കോമൺ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതം നിമിത്തം എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഐക്യത ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോയാൽ മാത്രം മതി. ഈ ബ്ലെസ്സിങ് ടുഡേ പോലെയുള്ള ദൈവിക കുടുംബങ്ങളിൽ, കൂട്ടായ്മകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പല പശ്ചാത്തലങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന് ഒക്കെ വന്നിട്ടുള്ളവരാണ് കൂട്ടായ്മക്കകത്തുള്ളത്. ഒരേ വർഗമോ ഒരേ ജാതിയോ ഒരേ ഗോത്രമോ ഒന്നുമല്ല. ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ പറയും, ബ്ലെസ്സിങ് ടുഡേയിൽ വന്ന് ആളുകളെ കാണുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുന്നത് പോലെ തന്നെയാണ്. അവിടുത്തെ ഓഡിയൻസ് പോലെ തന്നെയാണ്, അവിടുത്തെ ആളുകളെ പോലെ തന്നെയാണ്. അവിടെയും സകല ഗോത്രത്തിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശത്തിൽ നിന്നും ഒക്കെ വീണ്ടെടുക്കപ്പെട്ടവരാണ് സ്വർഗത്തിൽ കാണുന്നതായി വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. അതിൻ്റെ ഭൂമിയിലെ ഒരു റിഫ്ലക്ഷനാണ് ഈ കൂട്ടായ്മക്കകത്ത് നമ്മൾ കാണുന്നത്. എന്തെല്ലാം തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുത്ത് ഈ കൂട്ടായ്മയുടെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ പല മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, പല വിഭാഗങ്ങളിൽ നിന്നും, പശ്ചാത്തലങ്ങളിൽ നിന്നും, വർഗങ്ങളിൽ നിന്നും, വിശ്വാസ രീതികളിൽ നിന്നൊക്കെ വന്നവരാണ് ഇതിനകത്തിരിക്കുന്നത്. എന്നാൽ ഒരു പിതാവിൻ്റെ മക്കളായി, ഒരേ ചോരയിൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി, ഒരേ രക്ഷകനാൽ രക്ഷിക്കപ്പെട്ടവരായി, ഒരേ ആത്മാവിനെ പാനം ചെയ്തവരായി ഇവർ മാറിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഐക്യത, അതിനാൽ തന്നെ നോക്കൂ, ഒരേ പിതാവ്, ഒരേ രക്ഷകൻ, ഒരേ ആത്മാവ്, ഒരേ വചനം, ഇതെല്ലാം കൊണ്ട് ഒരു ഐക്യത ക്രിസ്തുവിൽ സഭയ്ക്കകത്തുണ്ട്. ശരിയല്ലേ? അത് സൂക്ഷിച്ചോളാനാണ് ഈ പൗലോസ് പറയുന്നത്, ഓൾറെഡി തന്നിട്ടുള്ളത്. അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. പരിശുദ്ധാത്മാവ് ഉളവാക്കിയിട്ടുള്ള ആത്മാവിൻ്റെ ഐക്യതയെ സംരക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക, കാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. 133 സങ്കീർത്തനം 1 വചനം സുപരിചിതമാണ്. How good and pleasant it is when God's people live together in unity. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എത്ര ഛേദോഹരമാണ്. നമ്മുടെ ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭവന പ്രാർത്ഥന നടക്കുമ്പോൾ, അയ്യോ അവിടെ ഇരിക്കുന്ന ആളുകൾ തമ്മിലുള്ള ആ സ്നേഹം, സന്തോഷം, ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള പരിചയമൊന്നും ഇല്ലായിരുന്നല്ലോ. എവിടുന്നൊക്കെ മുൻപരിചയമില്ലാത്തവർ, ചിലത് പരിചയക്കാരായിരുന്നിരിക്കും, പക്ഷെ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ഒന്നായി തീർന്നപ്പോൾ ഒരു ശരീരമായി, ക്രിസ്തുവിൻ്റെ ശരീരമായി മാറിയ ആ കൂട്ടായ്മ എത്ര മനോഹരമാണ്. യോഹന്നാൻ 17:21 that all of them may be one. അവരെല്ലാവരും ഒന്നായി തീരേണ്ടതിന് തന്നെ ക്രൂശീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പിതാവുമായുള്ള സംഭാഷണത്തിൽ, പ്രാർത്ഥനയിൽ, മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവ് ഉപയോഗിച്ച പദങ്ങളാണിത്.
അവരെല്ലാവരും ഒന്നായിത്തീരേണ്ടതിന്, നാം ഒന്നായിരിക്കുന്നത് പോലെ, പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ അവരെല്ലാവരും നമ്മിലൊന്നായിത്തീരേണ്ടതിന്. കൊലോസ്യ ലേഖനം 3:14 ലവ് ബൈൻഡ്സ് ദം ഓൾ ടുഗെദർ ഇൻ പെർഫെക്റ്റ് യൂണിറ്റി. സ്നേഹം എല്ലാവരെയും സമ്പൂർണമായ ഐക്യതയിൽ ചേർത്ത് നിർത്തുകയാണ്. സ്നേഹം, ലവ് ഈസ് ദ ഗ്ലൂ, ലവ് ഈസ് ദ കോഡ്. എല്ലാവരും ചേർത്ത് കെട്ടുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഒട്ടിച്ചൊട്ടിച്ച് നിർത്തുന്നത് എന്താണ്? ഇവിടെ പറയുന്നതനുസരിച്ച് സ്നേഹമാണ്. യൂണിറ്റി ഈസ് ഈസിയർ ടു ഡിസ്ട്രോയ് ദാൻ ടു ബിൽഡ്. ഈ ഐക്യത പണിതുണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് തകർക്കാൻ. നല്ല യൂണിറ്റിയിൽ പോകുന്നൊരു കുടുംബം, ഒരാൾ അതിന് എഴുന്നേറ്റൊരു കുരുത്തക്കേട് കാണിച്ചാൽ മതി, ആ കുടുംബം മൊത്തം ചെതറാൻ അത് മതി. ഒരു കൂട്ടായ്മക്കകത്ത് ഒരാൾ എഴുന്നേറ്റ് ചില കുതന്ത്രങ്ങൾ മെനഞ്ഞാൽ മതി ആ കൂട്ടായ്മ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിധി കാക്കുന്നത് പോലെ കാക്കേണ്ട ഒന്നാണ് ഐക്യത. എല്ലാവരും ശ്രമിക്കണം. നമ്പർ 2, യൂണിറ്റി റിക്വയർസ് മച്യൂരിറ്റി, നോട്ട് യൂണിഫോമിറ്റി. ഐക്യതയ്ക്ക് ആവശ്യം പക്വതയാണ്, അതല്ലാതെ എല്ലാവരും ഒരുപോലെ ആകുക എന്നുള്ളതല്ല. ഐക്യതയ്ക്ക് ആവശ്യം പക്വതയാണ്, അതല്ലാതെ എല്ലാവരും ഒരുപോലെ ആകുക എന്നുള്ളതല്ല. ചില വിചാരിക്കും ഒരേപോലെയുള്ള ആളുകളാണെങ്കിൽ നല്ല ഐക്യത ഉണ്ടായേനെ. നോ, ഐക്യതയുണ്ടാകുന്നത് എപ്പോഴാണ്? എല്ലാവരും പക്വതയോടെ പെരുമാറുമ്പോഴാണ്. ടൈപ്പ് ചെയ്തിടുക. യൂണിറ്റി ഡസ് നോട്ട് മീൻ എവരിബഡി ഈസ് ഐഡൻറ്റിക്കൽ. എല്ലാവരും ഒരേ ചിന്താഗതിക്കാരും ഒരേപോലെയുള്ളവരുമാണെങ്കിൽ നല്ല ഐക്യത വന്നേനെ എന്നാണ് നമ്മളൊരു പക്ഷേ ചിന്തിക്കുന്നത്. യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി. എല്ലാവരും ഒരുപോലെ ആകുന്നതല്ല ഐക്യത. പകരം പക്വതയോടെ പെരുമാറുവാനുള്ള കഴിവാണ് ഐക്യത നിലനിൽക്കുന്നതിൻ്റെ നിദാനം. The early church included fishermen, tax collectors, zealots, Jews, Gentiles, rich, poor, educated, uneducated, etc., etc. ആദിമസഭയിൽ രക്ഷിക്കപ്പെട്ടു വന്ന ജനം ആദ്യം യഹൂദന്മാർ മാത്രമായിരുന്നു. എന്നാൽ യവനരും അല്ലാത്തവരും എല്ലാം അതിലേക്ക് കയറാൻ തുടങ്ങി. അതിനകത്ത് അറിയാലോ, മീൻപിടുത്തക്കാരുടെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരുണ്ട്, നികുതി പിരിക്കുന്ന, ചുങ്കം പിരിക്കുന്നവർ അതിനകത്ത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തവരുണ്ടായിരുന്നു. സെലട്സ് എന്ന് പറഞ്ഞാൽ എരിവുകാർ എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരാണ്, തീവ്ര രാഷ്ട്രീയവാദികൾ അതിനകത്ത് രക്ഷിക്കപ്പെട്ടു വന്നു. യഹൂദന്മാർ വന്നു, പിന്നെ വിജാതീയർ അഥവാ ജനതകൾ, മറ്റ് ജാതിക്കാർ വന്നു. ധനവാന്മാരുണ്ടായിരുന്നു, ദരിദ്രരുണ്ടായിരുന്നു, വിദ്യാസമ്പന്നരുണ്ടായിരുന്നു, വിദ്യാഹീനരുണ്ടായിരുന്നു. Their strength was not sameness, their strength was shared devotion to Christ. അവരുടെ ശക്തി, അവരുടെ ബലമെന്ന് പറയുന്നത് ഒരുപോലെയുള്ള ആളുകളുടെ കൂട്ടം എന്നതിനേക്കാൾ എല്ലാവരും കർത്താവിൻ്റെ ഭക്തരായിരുന്നു. കർത്താവിനെ എല്ലാവരും സ്നേഹിച്ചു, ഒരേ കർത്താവിൻ്റെ മക്കളായി മാറി എന്നതാണ് അവരെ ഒരു ശരീരമായി ഒറ്റ കൂട്ടായ്മയിൽ പിടിച്ചു നിർത്തിയത്. റോമലേഖനം 12:4-5 വരെ. മെനി മെമ്പേഴ്സ്, വൺ ബോഡി. പലരായ നാം ഒരു ശരീരമാകും. ഒരു ശരീരത്തിൻ്റെ പല അംഗങ്ങളാകും, അല്ലെങ്കിൽ പാർട്സ് ആകുന്നു, ഭാഗങ്ങളാകും, ശരീരഭാഗങ്ങളാകും. 1 കൊരിന്ത്യർ 12:12 ദ ബോഡി ഈസ് വൺ ദോ ഇറ്റ് ഹാസ് മെനി പാർട്സ്. പല അംഗങ്ങൾ, അവയവങ്ങളുണ്ടെങ്കിലും ശരീരം ഒന്നാകുന്നു. ഫിലിപ്പ് ലേഖനം 2:2 പറയുന്നത് ബി ലൈക്ക് മൈൻഡഡ് ഹാവിങ് ദ സെയിം ലവ്. ഇവിടെ പല ടൈപ്പ് ആളുകളാണ്, പക്ഷേ എന്ത് ചെയ്യണം? ചിന്താഗതികൾ ഒരുപോലെ കൊണ്ടുവരണം, ആക്കണം. എങ്ങനെ? ക്രിസ്തുവിൽ. ബി ലൈക്ക് മൈൻഡഡ് ഹാവിങ് ദ സെയിം ലവ്. ഒരേ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഐക്യതയോടെ നിൽക്കണം. മെച്യൂരിറ്റി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പക്വത വേണം, പക്വത വേണം. എന്താണ് ഈ പക്വത? മെച്യൂരിറ്റി സെലിബ്രേറ്റ്സ് ഡൈവേഴ്സിറ്റി. പലർക്കും പല അഭിപ്രായങ്ങളും, പല രീതികളും, പല ചേഷ്ടകളും, പെരുമാറ്റ രീതികളും എല്ലാം ഉണ്ട്. അതിനെ
ആഘോഷിക്കുക. വ്യത്യസ്തരായ ആളുകൾ ഉള്ളത് നല്ലതാണ്, പല രീതിയിൽ ചിന്തിക്കുന്നതും നല്ലതാണ്. എന്നാൽ എല്ലാവർക്കും കൂടെ ഒരു കോമൺ പേർപ്പസ് ഉണ്ടായിരിക്കണം. എല്ലാവരും വന്നത് എന്തിനു വേണ്ടിയാണ്? ഒരേ ദൈവത്തെ ആരാധിക്കാൻ, ഒരേ പിതാവിനെ നമസ്കരിക്കാനാണ് നമ്മൾ വന്നത്. ഒരേ കർത്താവാണ് നമ്മുടെ രക്ഷകൻ. അപ്പോൾ അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒരേ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതിന് ചിലർ പറയാറുണ്ട്, ഇപ്പോൾ നമ്മുടെ സ്കിൻ കളർ, ഈ ചിലർക്കൊക്കെ സ്കിൻ കളർ ചിലർക്ക് നല്ല ഫെയറാണ്, ചിലർക്ക് ഇതുപോലെയാണ്, ചിലർക്ക് കുറച്ചുകൂടി ഡാർക്കാണ്. പുറമേയുള്ള ലുക്കൊക്കെ എല്ലാവരിലും വ്യത്യാസമുണ്ട്. ഇതൊന്ന് മുറിച്ചു നോക്കി, എല്ലാവരുടെയും ബ്ലഡിൻ്റെ കളറൊന്നും തന്നെ. കറുത്ത വർഗ്ഗക്കാരൻ്റെയും വെളുത്ത വർഗ്ഗക്കാരൻ്റെയും മഞ്ഞ വർഗ്ഗക്കാരൻ്റെയും ബ്രൗൺ നിറത്തിലുള്ള ആളെ ചോര എല്ലാം ചുവന്നായിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഗ്രൂപ്പുകൾ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരേപോലെയാണ് ചോരയുടെ നിറം. ഇതുപോലെ പല പല ഗ്രൂപ്പീസൊക്കെ ഉണ്ടെങ്കിലും ഒഴുകുന്ന രക്തം ഒന്നാണ്, യേശുവിൻ്റെ രക്തം. ആ രക്തമാണ് എല്ലായിടങ്ങളിലും എത്തി ജീവൻ സപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെയാണ് സഭയാകുന്ന ശരീരത്തിൽ പല ടൈപ്പ് മനുഷ്യരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീണ്ടെടുക്കപ്പെട്ട് വന്നു കയറിയിട്ടുണ്ടെങ്കിലും മത്തായി 13 നമ്മൾ വായിക്കുന്നത് പോലെ ദൈവരാജ്യം ഏതു വക മീനെയും പിടിക്കുന്ന ഒരു വലിയ വലയ്ക്ക് സദൃശ്യം. എല്ലാ ടൈപ്പിനെയും പിടിക്കുന്നുണ്ട്. എങ്ങനെയാണ് പക്വത ഉണ്ടാകുന്നത്? കൂട്ടായ്മക്കകത്തുള്ള വിവിധ രീതിയിലുള്ള ആളുകളെ ഉൾക്കൊള്ളാനും ആ വ്യത്യാസങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാനുമുള്ള കഴിവാണ് പക്വത. അങ്ങനെയാണ് നമ്മൾ ആത്മാവിൻ്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെസ്സേജ് കുടുംബങ്ങൾക്ക്, ഒരു കമ്പനി, അതിൻ്റെ ഓഫീസ്, അല്ലെങ്കിൽ സുവിശേഷ സംഘങ്ങൾ, മിഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ, സഭകൾ, സഭാവിഭാഗങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. വചനത്തിൽ നിന്നാണ് പറയുന്നത്. നമ്പർ 3, യൂണിറ്റി റിലീസസ് സ്പിരിച്വൽ പവർ. ഐക്യത ആത്മീയ ശക്തിയെ സ്വതന്ത്രമാക്കും. ഐക്യതയുണ്ടോ ആത്മശക്തി പുറപ്പെടും. വചനം മൊത്തം നോക്കിക്കോ. God often moved powerfully when his people were united. പുതിയ നിയമമാകട്ടെ പഴയ നിയമമാകട്ടെ ചരിത്രം നോക്കിയാൽ എപ്പോഴെല്ലാം ജനം ഐക്യതയോടുകൂടെ നിന്നോ അപ്പോഴെല്ലാം അതിഭയങ്കരമായ ദൈവശക്തി പ്രകടമായി വെളിപ്പെട്ടു. ഈ പെന്തക്കോസ്ത് നാളിൽ നടന്ന ഒരൊറ്റ ദൈവശക്തിയുടെ റിലീസാണ് ചരിത്രത്തെ മാറ്റിമറിച്ചത്. പക്ഷെ അതിന് മുമ്പ് എന്താ നടന്നതെന്നറിയാമോ? അവരെല്ലാവരും 120 പേരോളമുള്ള ഒരു സംഘം, അവരെല്ലാവരും ഒരു മാളിക മുറിയിൽ ഒരു മനസ്സോടെ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ഒരു മനപ്പെട്ട് എന്നുള്ളതിൻ്റെ കിങ് ജെയിംസ് വേർഷനിലൊക്കെ കാണുന്ന ട്രാൻസ്ലേഷൻ ഇൻ വൺ അക്കോർഡ് എന്നാണ്. ഞാനത് അനേക പ്രാവശ്യം പറയും. ഇൻ വൺ അക്കോർഡ് എന്ന് പറഞ്ഞാൽ അതൊരു മ്യൂസിക്കൽ ടേമാണ്. ഒത്തിരി വിവിധ രീതിയിലുള്ള സംഗീതോപകരണങ്ങൾ, സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, പെർക്കഷൻ തുടങ്ങിയുള്ള വിവിധ രീതിയിലുള്ള സംഗീതോപകരണങ്ങളെല്ലാം കൂടെ ഒരു സിംഫണിയായി, ഒരു ഓർക്കസ്ട്രയായി, ഒരു നോട്ട് പോലും തെറ്റാതെ, അതിൻ്റെ റിഥം തെറ്റാതെ എല്ലാം കൂടെ സംയോജിച്ച്, മ്യൂസിക് നോട്ടുകളെല്ലാം കൂടെ സംയോജിച്ച് ഒരു 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 സംഗീതം പുറപ്പെടുമ്പോൾ അതിൻ്റെ പേരാണ് ഇൻ വൺ അക്കോർഡ്. അവിടെ 120 പേരുടെ ഹൃദയങ്ങളും മനസ്സുകളും ഒരുമിച്ച് വന്ന ഒറ്റ മനസ്സായി, ഒരു ഹൃദയമായി അവരെല്ലാവരും പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും കൂടി ഒരു മനസ്സേ ഉള്ളൂ, പിതാവിൻ്റെ വാഗ്ദത്തത്തെ സ്വീകരിക്കണം, അഥവാ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ആഗ്രഹത്തോടെ, ആർത്തിയോടെ, ദാഹത്തോടെ അങ്ങനെ ഒരു മനസ്സോടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് കൊടിയ ശക്തി, കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത്. അത് ചരിത്രത്തെ മാറ്റി. അപ്പോസ്തല പ്രവൃത്തികൾ 2:1 they were all together in one place. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തിരുന്ന് ഒരുമനപ്പെട്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4:32 the believers were one in heart and mind.
അവിടെയുള്ള വിശ്വാസികൾ ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ ആയിരുന്നു. മത്തായി സുവിശേഷം 18:19 ഇഫ് ടു എഗ്രി കൺസേണിങ് എനിത്തിങ് ദേ ആസ്ക്, നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ മുഴു സ്വർഗവും കർത്താവ് അതിനെ ബാക്കപ്പ് ചെയ്യും, അതിന് ഉത്തരം തരാമെന്നാണ് പറഞ്ഞത്. ഡിവിഷൻ ഡ്രെയിൻസ് സ്ട്രെങ്ത്, ഐക്യതയില്ലായ്മ ഭിന്നത ശക്തിയെ ചോർത്തിക്കളയും. യൂണിറ്റി മൾട്ടിപ്ലൈസ് ഇമ്പാക്റ്റ്. എന്നാൽ ഐക്യത സ്വാധീനത്തെ, അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റിനെ അനേക മടങ്ങായി പെരുപ്പിക്കും. ഒരു വലിയ ഭാരം ഒരു കുതിര വലിക്കുന്നതിനേക്കാൾ നിരവധി കുതിരകൾ ഒരുമിച്ച് നിന്ന് വലിച്ചാൽ, ഇത്ര കുതിരകളെ പൂട്ടിയ രഥം എന്നൊക്കെ പറയുന്നത് പോലെ, 1,000 20,000 എന്ന് പറയുന്ന പോലെ 2 കുതിര 4 കുതിര കൂടുതൽ കുതിരകൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് സാധിക്കാത്തത് കൂട്ടമായി സാധിക്കും. നമ്പർ 4, പീസ് ഈസ് ദ ബോണ്ട് ദാറ്റ് പ്രിസർവ്സ് യൂണിറ്റി. ഐക്യതയെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബന്ധമാണ് സമാധാനം. അതുകൊണ്ട് സമാധാന ബന്ധത്തിൽ കാക്കുവിൻ എന്ന് പറയുന്നത്, അതിനെ പറയുന്നത് ദ ബോണ്ട് ഓഫ് പീസ്. സമാധാനത്തിൻ്റെ ബന്ധം, ബോണ്ടേജ് അല്ല, ബോണ്ട്. സമാധാനത്തിൻ്റെ ബോണ്ട്, ബന്ധം. യൂണിറ്റി സർവൈവ്സ് വേർ ഹ്യൂമിലിറ്റി, ഫോർഗിവ്നെസ് ആൻഡ് ഗ്രേസ് ആർ പ്രാക്ടീസ്ഡ്. ഒരു കൂട്ടായ്മക്കകത്ത്, ഒരു കുടുംബത്തിനകത്ത് ഐക്യത നിലനിൽക്കണമെങ്കിൽ ഇപ്പം എത്രയോ പേരാണോ എന്ന് പറയാം, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ, കുടുംബത്തിൽ ഐക്യത ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് തന്നെയല്ലേ എല്ലാവരുടെയും പ്രാർത്ഥന വിഷയം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അവിടെയുള്ള അംഗങ്ങൾക്ക് ഒന്ന് താഴ്മ, ക്ഷമിക്കുന്നൊരു സ്വഭാവം, അതുപോലെ ദൈവത്തിൻ്റെ കൃപ, ഇതെല്ലാം കൂടെ പ്രാക്ടീസ് ചെയ്താൽ അവിടെ ഐക്യത ഉണ്ടായിരിക്കും. അതിനെ തകർക്കാനൊന്നും സാധ്യവുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവറി റിലേഷൻഷിപ്പ് ഇവൻച്വലി ഫേസസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ധാരണയുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്, അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഏത് ബന്ധവും, ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ, ഭാര്യ ഭർത്ത് ജീവിതമാകട്ടെ, അപ്പൻ മക്കൾ റിലേഷൻഷിപ്പ് ആകട്ടെ, ഏത് ബന്ധങ്ങളിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം. കേൾക്കുന്നുണ്ടോ? ഏത് ബന്ധത്തിലും വരാം മിസ്അണ്ടർസ്റ്റാൻഡിങ്. നാമും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പോലും വരാം. എത്രയോ പ്രാവശ്യമാണ് നമ്മൾ ദൈവത്തെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്നു, ഉടനെ കർത്താവിന് എനിക്ക് ഇഷ്ടമല്ല, അവന് കിട്ടി, ഇവൾക്ക് കിട്ടി, എന്നെ കളഞ്ഞു. ഇറ്റ്സ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇതുപോലെ എന്തിലും വരാം. ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകാർ തമ്മിൽ വരുന്നില്ലേ? കൂട്ടുകാർ തമ്മിൽ വളരെ ക്ലോസായി എന്നും വർത്തമാനം പറയുകയും എന്നും മീറ്റ് ചെയ്യുകയും ഒരുമിച്ച് കാപ്പ് കുടിക്കുകയും ഹൃദയം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഉറ്റ സുഹൃത്തുക്കൾക്കിടയിൽ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം. വിളിച്ചിട്ട് കോൾ എടുത്തില്ല, കുറേ നേരം വിളിച്ചിട്ട് എൻഗേജ്ഡ്. ആരോടാണ് ഈ പറയുന്നത്? ചുമ്മാ ഒരു ചിന്ത. അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ഒരു സംശയം, തീർന്നു. യൂണിറ്റി ഈസ് പ്രിസർവ്ഡ് വെൻ ബിലീവേഴ്സ് ചൂസ് റെക്കൺസിലിയേഷൻ ഓവർ ഒഫൻസ്. ഇങ്ങനെയുള്ള ഇടർച്ചകൾ വന്നാൽ, തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നാൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം? ഇത്രയേ ഉള്ളൂ. നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്ന് വെച്ചാൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമാക്കണം. ഞാൻ പറയട്ടെ, നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ 2 പേർ ഇങ്ങനെ സെൽഫി എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സംസാരിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മൂടൽ മഞ്ഞങ്ങ് വന്നു. ഒരു മലഞ്ചെരുവിലാണെന്ന് വെച്ചോ, മൂന്നാറിലോ കൊടൈക്കനാലിലൊക്കെ ആണെന്ന് പിടിച്ചോ, ഊട്ടിയിലാണെന്ന് പിടിച്ചോ, പെട്ടെന്ന് കോട ഇറങ്ങുന്നൊക്കെ ചിലർ പറയും. മൂടൽ മഞ്ഞ്, ഫോഗൊക്കെ കൂടി, സ്മോഗോ എന്ത് വന്നങ്ങ് മൂടി 2 പേരും പരസ്പരം കാണാൻ പറ്റൂ? ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മൂടൽ മഞ്ഞിറങ്ങും. ആ സമയത്ത് ഫോട്ടോ എടുത്താൽ, വീഡിയോ എടുത്താൽ, നേരെ നോക്കിയാൽ കാണൂ ഇല്ല. ഇതുപോലുള്ള പുകപടലങ്ങൾ, മൂടൽ മഞ്ഞ് പോലെയുള്ള ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ബന്ധങ്ങളിൽ വരാം. എന്താണ് ചെയ്യേണ്ടത്? നിരപ്പുണ്ടാകണം. അതിന് ഓപ്പൺ ടോക്ക് ആവും, ഹൃദയങ്ങൾ തുറക്കണം. അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്നോട് ക്ഷമിക്കണമേ.
അല്ലെങ്കിൽ അയ്യോ എന്തായിരുന്നു ആ പ്രശ്നം, ഒന്ന് പറയാം, നിനക്കുണ്ടായ വിഷമം എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്രേ ഉള്ളൂ, ഒന്ന് കെട്ടിപ്പിടിച്ചു, തീർന്നു, പ്രശ്നം അവസാനിച്ചു. ഇതില്ലാതെ വീണ്ടും വീണ്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂട്ടി വന്നുകൊണ്ടിരുന്നാൽ ഇത് പെരുകി മിത്രങ്ങൾ ശത്രുക്കളായി മാറും. റോമാലേഖനം 12:18 ലിവ് അറ്റ് പീസ് വിത്ത് എവ്രി വൺ ആസ് ഫാർ ആസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. കഴിയുന്നിടത്തോളം എല്ലാവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ. കൊലോസ്യ ലേഖനം 3:13 ഫോർഗീവ് ആസ് ദ ലോർഡ് ഫോർഗേവ് യു. നിങ്ങളോട് കർത്താവ് ക്ഷമിച്ച പോലെ നിങ്ങൾ ക്ഷമിച്ചോളാൻ. ഇബ്രായ ലേഖനം 12:14 മേക്ക് എവ്രി എഫേർട്ട് ടു ലിവ് ഇൻ പീസ്. സമാധാനത്തിൽ ജീവിക്കുവാൻ എല്ലാ രീതിയിലും ശ്രമിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. The enemy often attacks relationships because he understands the power of unity. എപ്പോഴും ആളുകളെ ചിതറിക്കാൻ, തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഭയങ്കരമായി സ്നേഹത്തിൽ ക്ലോസായി ജീവിക്കുന്നവരെ തമ്മിൽ തെറ്റിക്കാൻ പിശാച് ശ്രമിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിശാചിന് ഐക്യതയുടെ ശക്തി അറിയാം. ഐക്യമത്യം മഹാബലം. പിശാചിനതറിയാം. ഇവർ ഒരുമിച്ച് നിന്ന് ദൈവവേല ചെയ്താൽ, ഇവർ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിന്നാൽ, ഈ കുടുംബം ഒരുമിച്ച് നിന്നാൽ, ഈ കൂട്ടായ്മ ഒരുമിച്ച് നിന്നാൽ, അവർ ഈ ദേശത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാതെ എനിക്ക് കേടാ. എന്തു ചെയ്യും? പതുക്കെ സംശയത്തിൻ്റെ വിത്തുകൾ, അപവാദത്തിൻ്റെ വിത്തുകൾ, ഏഷണിയുടെയും പരദൂഷണത്തിൻ്റെയും വിത്തുകൾ, കൊയിനോയിനിയക്കകത്ത് കുന്നായ്മ എന്ന് പറഞ്ഞ പോലെ കൂട്ടായ്മക്കകത്ത് ചില കുന്നായ്മകൾ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഐക്യതയില്ലാതെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മത്തായി 18 നമ്മൾ കണ്ടതുപോലെ രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ ഭയങ്കര സംഭവങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അതില്ലാതാക്കുക. ഇതൊക്കെയാണ് പിശാചിൻ്റെ തന്ത്രങ്ങൾ. ഇത് മനഃപൂർവ്വമായി മനസ്സിലാക്കി നമ്മൾ ചില പക്വത പ്രാപിക്കണം. ഒരല്പം പക്വത ഉണ്ടാകണം. ഒരു വലിയൊരു ഡാം, അതിൽ ചെറിയൊരു ക്രാക്ക് വീണു, ചെറുതായിട്ട് ഇറ്റിറ്റേ വരുന്നുള്ളൂ. അത് ആ സമയത്ത് ഫിക്സ് ചെയ്തില്ലെങ്കിൽ, ആ ക്രാക്ക് അടച്ചില്ലെങ്കിൽ, ആ കുറച്ച് വരുന്ന വെള്ളം കൂടി ആ വിള്ളൊരു ഇത്തിരി കൂടി വലുതായി അവസാനം ഒരൊറ്റ പൊട്ടായിരിക്കും. ആ ഡാം മുഖാന്തരം ഉണ്ടാകുന്ന ഡാമേജ് അതിഭയങ്കരമായിരിക്കും. ചിലപ്പോൾ ആയിരങ്ങൾ ഒഴുക്കിക്കൊണ്ടുപോകും. പട്ടണങ്ങളെ, നഗരങ്ങളെ, വില്ലേജുകളൊക്കെ വെറുതെ ഒഴുക്കിക്കൊണ്ടുപോകാൻ ശക്തിയുള്ള ഭയങ്കരമായ ദുരന്തങ്ങൾക്ക് വഴിവെക്കാം. ഇത് വരാതിരിക്കാനാണ് ചെറിയ വിള്ളലുകൾ, ചെറിയ ബ്രീച്ചസ് വരുമ്പോൾ തന്നെ അതിനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവരും പറഞ്ഞ് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. പ്രാർത്ഥിക്കട്ടെ. കൈനീട്ടം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, ബന്ധങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, കൂട്ടായ്മകളിൽ സമാധാനമുണ്ടാകട്ടെ, സഭകളിൽ സമാധാനമുണ്ടാകട്ടെ, ദേശത്ത് സമാധാനമുണ്ടാകട്ടെ, ഭരണകൂടത്തിൽ സമാധാനമുണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. കുടലിനകത്ത് കുരുക്കളുള്ളവർ കൈവെക്കുക. യേശുവിൻ്റെ നാമത്തിൽ അൾസറുകൾ, കുടലിനകത്തുള്ള വ്രണങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പൈൽസ് രോഗമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗത്തോടൊപ്പം ഭയങ്കരമായ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. അതുപോലെ ഒരു കാലിന് ശേഷിക്കുറവുള്ള ആരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. അലർജികൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മക്കളെ, ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.